കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഒരു വർഷം മുമ്പ് ഇവിടുന്ന് ലീവ് എഴുതി കൊടുത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലിക്കായിട്ട് പോയി. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഒരു പരാതി നൽകി. ആ പരാതി നൽകിയപ്പോൾ മെഡിക്കൽ ഡയറക്ടറുടെ ഇന്ന് നമുക്ക് കിട്ടിയ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 പേര് ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. 13ാമത്തെ ആളാണ് ഈ പോയിരിക്കുന്ന പാർവതി. അതൊരു വർഷമായി പോയിട്ട്. പക്ഷേ മെഡിക്കൽ ഡയറക്ടർ ഇവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ ഇത് മൂലം തിരിച്ച് ജോയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നാളെ ഇതുവരെയായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല. 13 പേരും ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതാണെങ്കിൽ 13ാമത് പോയത് ആളാണെങ്കിലോ ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഇൻചാർജിൻ്റെ വൈഫാണ്. മെഡിക്കൽ കോളേജിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾ ഈ സീനിയറായ ഡോക്ടർമാരെ കണ്ടുകൊണ്ടാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്. അവരുടെ ഭാവി തന്നെ ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ്. അസിസ്റ്റന്റ് പ്രൊഫസറും കൂടിയാണ് അല്ലേ? അസിസ്റ്റന്റ് പ്രൊഫസറും കൂടിയാണ്. 13 മെയിൻ ഡോക്ടർമാർ ഇവിടുന്ന് പോയെന്ന് പറയുമ്പോൾ ഇവിടെ രോഗികൾ, സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾ എങ്ങനെ ഇപ്പോൾ ഈ ഹൗസ് സർജന്മാരെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. പ്രശസ്തരായ ഡോക്ടർമാരാണ് ഇത് ലീവ് എടുത്ത് മറ്റേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സാലറി കണ്ടുകൊണ്ടാണ് പോയേക്കുന്നത്. നടപടി എടുക്കേണ്ട ആളാണ് ഈ മെഡിക്കൽ സൂപ്രണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന 12 പേര് പോയി എൻ്റെ ഭാര്യ കൂടി പൊക്കോട്ടെ. ഈ മെഡിക്കൽ കോളേജിനെ കൊണ്ടുപോകേണ്ടത് ഈ മെഡിക്കൽ സൂപ്രണ്ടാണ്. ഈ സൂപ്രണ്ടിൻ്റെ ഭാര്യ തന്നെ ഇതേപോലെ ചെയ്യുമ്പോൾ പിന്നെ ഇവർക്ക് എന്തും ആവാം എന്നുള്ളതല്ലേ.